ഒരിടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ ഹാൻഡിലുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസ്. ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ആ കേസിലെ അതിജീവിത സിസ്റ്റർ റാനിറ്റുമായി ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ വിനു വി ജോൺ നടത്തിയ ഒരു അഭിമുഖം പ്രക്ഷേപണം ചെയ്തിരുന്നു. അതിനുശേഷമാണ് വീണ്ടും ഈ കേസിന്റെ മെറിറ്റിനെ കുറിച്ചൊക്കെ വീണ്ടും ചർച്ചയിലേക്ക് വന്നത്. ഏഷ്യാനെറ്റിൽ വന്ന അഭിമുഖത്തിൽ അതിജീവിതയുടെ പരിവേഷമുള്ള സിസ്റ്റർ റാനിറ്റ് പറയുന്നത്, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടപ്പോൾ തകർന്നു പോയെന്നാണ്. സഭ വിട്ടുപോയാൽ മടഞ്ചാടി കന്യാസ്ത്രീ എന്ന പേര് കിട്ടുമെന്ന് ഭയന്നാണ് ഫ്രാങ്കോ മുളയ്ക്കലിന് നിന്നും നിരന്തരം പീഡനം നേരിട്ടിട്ടും പുറത്തു പറയാതിരുന്നതെന്നാണ്. സിസ്റ്റർ റാനിറ്റ് 8 വർഷം അനുഭവിച്ച യാതനകളാണ് തുറന്നു പറഞ്ഞത്. 13 തവണ പീഡിപ്പിച്ചിട്ടും മിണ്ടാതിരുന്നോ എന്ന ചോദ്യത്തിന് അവർ മറുപടി പറഞ്ഞത് ഭയം കൊണ്ടാണ് മിണ്ടാതിരുന്നതെന്നാണ്. വീണ്ടും അവർ പറയുന്നു, ഒരു കന്യാസ്ത്രീ ഏറ്റവും പ്രധാനമായി കാണുന്നത് ചാരിത്രശുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ടുവെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടാൽ അന്ന് താൻ സഭയിൽ നിന്ന് ഇറക്കപ്പെടും. സഭ വിട്ടുപോയ പലരുടെയും അനുഭവം എനിക്ക് നേരിട്ടറിയാം. മടഞ്ചാടി എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുക. തനിക്കും കുടുംബത്തിനും അത് എല്ലാ കാലത്തേക്കും നാണക്കേടാണ്. ചാരിത്രശുദ്ധി പോയെന്ന് എനിക്ക് പറയാനാകുമായിരുന്നില്ല. ഞാനായി വളർത്തിക്കൊണ്ടുവരുന്ന മക്കളോട് വേണം ഇത് പറയാൻ. ഒരിക്കലും അമ്മയ്ക്ക് മക്കളുടെ മുന്നിൽ ഇത് പറയാനാവില്ല. ആ ഭയം കൊണ്ടാണ് ആദ്യം ഇത് പുറത്തു പറയാതെ ജീവിച്ചത്. മഠത്തിനുള്ളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് പുറം ലോകത്ത് അറിയാതെ ചിരിച്ചുകൊണ്ട് മാന്യമായി വസ്ത്രമണിഞ്ഞ് പുറത്തിറങ്ങി നടക്കേണ്ടി വരുന്ന അവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകില്ലെന്നാണ് സിസ്റ്റർ പറയുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി മഠത്തിൽ കഴിയേണ്ട സാഹചര്യമായിരുന്നു. പല മഠത്തിലും വേറെ ചിലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്ന് സിസ്റ്റർ റാനിറ്റ് പറഞ്ഞു. നിരവധി പേരുടെ ദുരനുഭവം എനിക്കറിയാം. എല്ലാ സത്യങ്ങളും പുറത്തു പറയാനാവില്ല. തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ചിലർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നേരിട്ട് കാണുന്ന വ്യക്തിയാണെന്നും അവർ പറഞ്ഞു. ഒറ്റപ്പെടുത്തലും കല്ലേറും കാരണം 3 കന്യാസ്ത്രീകൾ സഭ വിട്ടുപോയി. മഠത്തിൽ തയ്യൽ ജോലി ചെയ്താണ് ബാക്കിയുള്ള ഞങ്ങൾ 3 പേർ കഴിയുന്നത്. സഭാ നേതൃത്വത്തിന്റെ നിശബ്ദതയാണ് ഞങ്ങളെ തെരുവിലേക്ക് എത്തിച്ചത്. പീഡന പരാതി സഭയ്ക്കകത്ത് പറഞ്ഞതോടെ തന്നെ ഒറ്റപ്പെടുത്തിയെന്നും അവർ അഭിമുഖത്തിൽ പറഞ്ഞു. ഇതാണ് നമ്മൾ കേട്ട അഭിമുഖത്തിലെ പ്രധാന ഭാഗം. എന്നാൽ അതിന് മറുവശം കൂടിയുണ്ട്. ഒരാൾ ക്രൈസ്തവ സഭയിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ അത് അധികാരത്തിലേക്കുള്ള സ്ഥാനാരോഹണമല്ല, മറിച്ച് അത് രക്തസാക്ഷിത്വത്തിലേക്കുള്ള വിളിയാണ്. ആ വിളി സ്വീകരിച്ച് രക്തം ചിന്താതെ ജീവിതം മുഴുവൻ അകത്തേക്ക് ചോദിച്ച് രക്തസാക്ഷിയായ ഒരു മനുഷ്യനാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ. കന്യാസ്ത്രീ പീഡന കേസ് എന്ന പേരിൽ സഭയെയും സമൂഹത്തെയും പിടിച്ചു കുലുക്കിയ വിവാദങ്ങളിലൂടെയാണ് പലരും അദ്ദേഹത്തെ ആദ്യമായി തന്നെ കേൾക്കുന്നത്. ആ പേര് പുറം ലോകം കേൾക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയായിരിക്കാം. 2022 ജനുവരി 14 കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ച വിധി ഒരു രാഷ്ട്രീയ വിജയമോ വികാരപരമായ ആശ്വാസമോ ആയിരുന്നില്ല. നിയമം തന്റെ വഴിയിലൂടെ നടന്നുവെന്ന് തെളിയിച്ച ഒരു രേഖയായിരുന്നു. ഈ കേസ് ആരംഭിച്ച നാൾ മുതൽ തന്നെ മാധ്യമങ്ങൾ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്, അവർ ഒരു വില്ലനെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. കത്തോലിക്ക സഭയിലെ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രൂപതയുടെ അധിപൻ, ആഡംബരങ്ങളിൽ വിഹരിക്കുന്ന മെത്രാൻ, അധികാരത്തിന്റെ അഹങ്കാരം, ഇങ്ങനെയുള്ള അപസർപ്പക കഥകൾ തുടർച്ചയായി മാറി മാറി പല മാധ്യമങ്ങളും അവരവരുടെ മനോഗതം പോലെ കഥകൾ മെനഞ്ഞു. ജലന്ധർ രൂപതയിലെ ആഭ്യന്തര വിഭാഗീയതകളും പടലപ്പിണക്കങ്ങളും ഈ നരേറ്റീവുകൾക്ക് ഇന്ധനമായി. അത് മാധ്യമ അവതരണങ്ങളിൽ വ്യക്തമായിരുന്നു. കത്തോലിക്ക സഭയ്ക്കെതിരായ വാർത്തകൾ മലയാള മാധ്യമങ്ങളെ എപ്പോഴും സന്തോഷിപ്പിക്കുന്നതാണ്. അത്തരം വാർത്തകൾ റേറ്റിംഗ് കൂട്ടുന്ന ഇന്ധനമായി മാറുന്ന ഒരു പ്രവണത ഈ കേസിൽ നഗ്നമായി കാണാമായിരുന്നു. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 2020 ഹൈക്കോടതി പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു, ഈ കേസ് വിചാരണ ചെയ്യപ്പെടണം. അതൊരു അന്തിമ വിധിയല്ല, അത് കുറ്റസ്ഥിരീകരണമല്ല, അത് നിയമപരമായ ഇടക്കാല ഉത്തരവ് മാത്രമാണ്. പക്ഷെ മാധ്യമങ്ങൾ അന്ന് അത് വളച്ചൊടിച്ചു. ഹൈക്കോടതി ആരോപണങ്ങൾ ശരിവച്ചു, ശിക്ഷ ഒഴിവാകില്ല, ബലാത്സംഗ കേസിൽ മെത്രാൻ അകത്താകും എന്നൊക്കെയുള്ള തലക്കെട്ടോടെ പൊടുപ്പും തൊങ്ങലുമായി പല മാധ്യമങ്ങളും വാർത്തകൾ പടച്ചുവിട്ടു. സ്ത്രീയുടെ മൊഴി മാത്രം മതി എന്ന നിയമവാക്യത്തിന്റെ പകുതി മാത്രം അവരെടുത്തു. മൊഴി വിശ്വസിക്കാനാവുന്നതായിരിക്കണം എന്ന ബാക്കി പകുതി അവർ മറന്നു.
അവിടെ നിന്ന് ശിക്ഷ ഉറപ്പാണ് എന്ന നരേറ്റീവ് പിറന്നു. നിയമം കോടതിക്കുള്ളിൽ നിൽക്കുമ്പോൾ സമൂഹം പുറത്ത് മറ്റൊരു വിചാരണ നടത്തി. സമരങ്ങൾ, ആക്രോശങ്ങൾ, അശ്ലീല കാർട്ടൂണുകൾ, പർദ്ദയിട്ട സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിയുള്ള പ്രതിഷേധങ്ങൾ ഒരു മനുഷ്യൻ ടാർഗറ്റായി. ഒരു സമുദായം കളക്റ്റീവ് വിഷയമായി. ബിഷപ്പിന് അനുകൂലമായി സംസാരിച്ചവർ സഭ അടിമകളായി, സ്ത്രീ വിരുദ്ധരായി. വിയോജിപ്പിന് പോലും ശിക്ഷ കിട്ടുന്ന കാലം. അന്തിമ വിധി എന്താകുമെന്നത് കേസ് സൂക്ഷ്മമായി പിന്തുടർന്നവർക്ക് അത്ര അമ്പരപ്പായിരുന്നില്ല. പക്ഷേ അത് മാധ്യമങ്ങളുടെ പ്രതീക്ഷയ്ക്ക് എതിരായിരുന്നു. വിധി ദിനത്തിൽ രാവിലെ തന്നെ മാധ്യമങ്ങളിൽ ലൈവ് ആരംഭിച്ചു. ഒപ്പം ചർച്ചയും. ഭാരത ചരിത്രത്തിൽ ആദ്യമായി ഒരു കത്തോലിക്ക മെത്രാൻ എന്ന് തുടങ്ങി രംഗം കൊഴുപ്പിച്ചു. സ്റ്റുഡിയോകൾ നിറഞ്ഞു, ക്യാമറകൾ ഉറ്റുനോക്കി. പ്രേക്ഷകരെ ഒരു സസ്പെൻസ് ത്രില്ലറിന്റെ ക്ലൈമാക്സിലേക്ക് നയിക്കപ്പെട്ടു. ഒടുവിൽ വിധി വന്നു. പ്രതിയെ വെറുതെ വിട്ടു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത് ഒരു കോമാളിയുടെ നിരാശയോടെയാണ്. അത്യന്തം അവിശ്വസനീയമായ ഒരു വാർത്തയാണ്. അവരുടെ ശരീരഭാഷ തന്നെ പറഞ്ഞു, അവിശ്വസനീയമായത് വിധിയല്ല, തകർന്നത് അവരുടെ തന്നെ നരേറ്റീവാണ്. പിന്നീട് നടന്ന ചർച്ച, കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, നീതി എങ്ങനെ പരാജയപ്പെട്ടു. കോടതിയായിരുന്നു അവരുടെ പ്രതിക്കൂട്ടിലെത്തിയത്. വിധിക്ക് ശേഷം മാധ്യമങ്ങൾ ബിഷപ്പിനെ വളഞ്ഞു. ഒരു വാക്കു മാത്രം, ദൈവത്തിന് സ്തുതി. അത് പറഞ്ഞ അദ്ദേഹം നേരെ പോയത് ദൈവസന്നിധിയിലേക്ക് നന്ദി പറയാൻ. വിജയാഘോഷമില്ല, ആരോടും പ്രതികാരമില്ല, മൗനം മാത്രം. കേസിന്റെ നാൾ വഴികളിൽ അദ്ദേഹം പാലാ സബ് ജയിലിൽ ദിവസങ്ങൾ ചെലവഴിച്ചു. അവിടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം ജയിൽ അധികൃതർക്കും സഹ തടവുകാർക്കും ഒരു പുതിയ അനുഭവമായിരുന്നു. ജാമ്യം കിട്ടിയ ദിവസം സമ്മിശ്ര വികാരങ്ങൾ, സന്തോഷവും സങ്കടവും. അവർ പറഞ്ഞു, പിതാവേ, നാളെ മുതൽ ഈ ജയിൽ വീണ്ടും ജയിലായി മാറുമെന്ന്. വിചാരണക്കാലം മുഴുവൻ അദ്ദേഹം എവിടെയായിരുന്നെന്നറിയാമോ? ദിവ്യകാരുണ്യ സന്നിധിയിൽ. ഭക്ഷണം ഒരു നേരം ഉണ്ടെങ്കിൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. ദൈവസന്നിധിയിൽ മാത്രം, നിയന്ത്രണമില്ലാതെ, ആരും കാണാതെ കരഞ്ഞു. അന്നും ഇന്നും അതേ ജീവിതം. ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയ നാളുകൾ കഴിച്ചുകൂട്ടുന്നു. ഇങ്ങനെ ഒരു മനുഷ്യനെ തോൽപ്പിക്കാമെന്ന് കരുതുന്നത് വ്യാമോഹമാണ്. ദൈവം തുണയുള്ളവന് സംതൃപ്തിയുണ്ട്. ആ സംതൃപ്തി കണ്ടെത്താൻ അദ്ദേഹം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നു. ആ ആത്മീയ യാത്രയിൽ അദ്ദേഹം നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട്, തനിക്കെതിരെ കേസ് കൊടുത്ത ആ കന്യാസ്ത്രീ.